അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന വലിയ അനുഗ്രഹമാണ് ആരോഗ്യം എന്ന് പറയുന്നത്. പക്ഷെ പലപ്പോഴും ആരോഗ്യമുള്ള സന്ദർഭത്തിൽ ആരോഗ്യത്തിൻ്റെ വില മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നതാണ് ഖേദകരം. കണ്ണിന് നല്ല കാഴ്ചയുള്ളപ്പോൾ, കാതിന് നല്ല കേൾവിശക്തി ഉള്ളപ്പോൾ, കൈകാലുകൾക്ക് ഊർജ്ജസ്വലതയും ആരോഗ്യവും ചലനശേഷിയും ഒക്കെ ഉള്ള സന്ദർഭത്തിൽ ആരോഗ്യത്തിൻ്റെ വില മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നതാണ്. നാളെ മഹ്ശറയിൽ 4 കാര്യങ്ങൾക്ക് അല്ലാഹു തആല ചോദിക്കുകയും അതിന് ആൻസർ പറയുന്നത് വരെ കാൽപാദങ്ങൾ ചലിപ്പിക്കാൻ സാധിക്കുകയുമില്ല എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഹദീസിൽ ഒന്ന് ആരോഗ്യത്തെ സംബന്ധിച്ചാണ്. ആരോഗ്യം എന്തിനു വേണ്ടി ചിലവഴിച്ചു എന്നതിനെ സംബന്ധിച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ എത്ര പെട്ടെന്നാണ് നമുക്കറിയാം, ഓരോ ദിവസവും നല്ല ആരോഗ്യ ദൃഢഗാത്രരായിരുന്ന എത്രയോ ആണും പെണ്ണുമാണ് മരണത്തിലേക്ക് അവർ വീണുപോകുന്നത്. ഓരോ ദിവസവും നമ്മുടെ അയൽവക്കത്തും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ നാട്ടിലുമൊക്കെ എത്രയോ ആരോഗ്യമുള്ള ആൾ, ഒരു പ്രശ്നവുമില്ല. ഒരു കവി പറഞ്ഞിട്ടുണ്ട്, കമ്മിൻ സ്വഹീഹിം മാത്ത മിൻ ഗൈരി ഇല്ലത്തി. എത്ര ആരോഗ്യ ദൃഢഗാത്രരായ ആളുകളാണ്, ഒരു രോഗവും ഒരു പ്രശ്നവും അവർക്കില്ല, അവർ മരണപ്പെട്ടു പോകുന്നു. പക്ഷേ കമ്മി മരീലിൻ ആശ ദഹിറൻ അലാ ദഹിരി. എത്രയോ രോഗികൾ, അവർ മരണം കാത്തു കഴിയുന്നവരുണ്ട് വർഷങ്ങളായി, പക്ഷെ അവരിൽ പലരും ഇതുവരെയും മരണപ്പെട്ടിട്ടുമില്ല. ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഓരോ ദിവസവും ഭൂമി അള്ളാഹുവിനോട് വിളിച്ചു പറയുകയാണ്, അള്ളാഹുവേ എനിക്ക് 25 വയസ്സുകാരനെ തരണമെന്ന് പറയുന്നു. അള്ളാഹു ആ 25 വയസ്സുകാരനെ കൊടുത്തിട്ട് ആ ഭൂമിയുടെ ദാഹം തീർക്കുകയാണ്. മറ്റൊരു ദിവസം ഭൂമി വിളിച്ചു പറയും, 35 കാരിയെ എനിക്ക് നൽകണമെന്ന്. അള്ളാഹു 35 കാരിയെ ഭൂമിക്ക് കൊടുത്തിട്ട് ഭൂമിയുടെ ദാഹം തീർക്കും. വേറൊരു ദിവസം ഭൂമി വിളിച്ചു പറയും, 10 വയസ്സുള്ള മകനെ എനിക്ക് തരണമെന്ന് പറയും. അള്ളാഹു തആല 10 വയസ്സുള്ള മകനെ കൊടുത്തിട്ട് ആ ഭൂമിയുടെ ദാഹം തീർക്കുമെന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അതേ പ്രിയമുള്ളവരെ, ഒരൊറ്റ നിമിഷം മതി ഭാര്യ വിധവയായി തീരാൻ, മക്കൾ അനാഥരായി തീരാൻ, മനുഷ്യൻ്റെ സകല സ്വപ്നങ്ങളും തകർന്നടിഞ്ഞു പോകാൻ, മോഹങ്ങളെല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയാൻ ഒരു നിമിഷം മതി. അതെ, ഈ ലോകത്ത് വന്നവരെല്ലാം മരിച്ചിട്ടുണ്ട്, ജനിച്ചവരൊക്കെ മരിക്കുക തന്നെ ചെയ്യും. ജീവിതത്തിൻ്റെ അവസാനം നിശ്ചയിക്കുന്നത് മരണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ഒരുപാട് വർഷം ജീവിച്ചിരിക്കാൻ അള്ളാഹു ഭാഗ്യം കൊടുത്ത പ്രവാചകനാണ്. മലക്കുൽ മൗത്ത് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ അടുക്കലേക്ക് വന്നിട്ട് ചോദിച്ചു, നബിയെ, അങ്ങ് അള്ളാഹുവിലേക്ക് യാത്ര പോവുകയാണ്, അള്ളാഹുവിലേക്ക് വിട പറയുകയാണല്ലോ, ഇത്രയും വർഷം അങ്ങ് ജീവിച്ചിരുന്നതിന് അങ്ങേക്ക് എങ്ങനെയാണ് ഇത്രയും വർഷക്കാലത്തെ ജീവിതം അനുഭവപ്പെട്ടത് എന്ന് ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ശൈഖുൽ അംബിയ നൂഹ് നബി അലൈഹിസ്സലാം മലക്കുൽ മൗത്തിനോട് പറഞ്ഞൊരു വാർത്ത ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. എൻ്റെ ഇത്രയും വർഷക്കാലത്തെ ജീവിതം എനിക്ക് അനുഭവപ്പെട്ടത്, ഒരു വീടിൻ്റെ ഒരു വാതിലിലൂടെ ഞാൻ പ്രവേശിച്ചിട്ട് മറ്റൊരു വാതിലിലൂടെ ഞാൻ പുറത്ത് കടന്നതായിട്ടാണ്. അത്രമാത്രമേ ഉള്ളൂ ഈ ദുനിയാവ് എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ദുനിയാവ് ആർക്കും ശാശ്വതമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആരോഗ്യം എന്ന് പറയുന്നത് ഒരിക്കലും മരിക്കാതിരിക്കാനുള്ള കാരണവുമല്ല. മരണം നമ്മളെ തേടി വരുന്നത് എപ്പോഴാണെന്ന് അറിയാൻ നമുക്ക് ആർക്കും അല്ലാഹു തആല അതിനുള്ള കഴിവ് തന്നിട്ടുമില്ല. ഏത് നിമിഷവും മരണത്തിൻ്റെ ദൂതൻ നമ്മെ തേടിയെത്താം എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ നട്ടുച്ച സമയമാണ് ആരോഗ്യമുള്ള സന്ദർഭം എന്ന് പറയുന്നത്. ആരോഗ്യത്തെ മറക്കുകയും ആരോഗ്യത്തെ നശിപ്പിച്ച് കളയുകയും ചെയ്യുക എന്നുള്ളത് സർവശക്തനായ ആരോഗ്യം തന്ന അള്ളാഹുവിനോട് കാണുന്ന വലിയ ഒരു നന്ദികേടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമുക്ക് നൽകിയ ഈ കേൾവിയും നമുക്ക് നൽകിയ ഈ കാഴ്ചയും ഈ സംസാരവും ചലനവും ഈ ആരോഗ്യവുമൊക്കെയും പടച്ച തമ്പുരാൻ്റെ മാർഗത്തിലായിട്ട്, നന്മയുടെ കാര്യങ്ങളിലായിട്ട്, ധർമ്മവും സത്യത്തിൻ്റെയും ഒക്കെ വഴിയിലായിട്ട് ചിലവഴിക്കാൻ നമുക്ക് സാധിക്കണം. വാർദ്ധക്യം വരുമ്പോൾ തസ്ബീഹ് മാലയും എടുത്ത് കയ്യിലെടുത്ത് അതുപോലെ നിസ്കാര പായയിൽ ഇരുന്ന് നമ്മൾ കുറേ നേരം ചിലവഴിച്ചത് കൊണ്ടൊന്നും കഥയില്ല. ആരോഗ്യം വലിയ അനുഗ്രഹമാണ്. അതിനെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ, നന്മയുടെ മാർഗത്തിൽ, നല്ല വഴിയിൽ ചിലവഴിക്കാൻ നമുക്ക് സാധിക്കണം. ആരോഗ്യത്തിൻ്റെ വില മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം.
സർവശക്തനായ അള്ളാഹു മരണം വരെയും നമ്മുടെ ആരോഗ്യം നിലനിർത്തി തരുമാറാകട്ടെ. പരസഹായമില്ലാതെ മരണം വരെയും ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ വേണ്ടപ്പെട്ടവർക്ക് കൂടി നിങ്ങൾ ഈ അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. നിങ്ങളുടെ ദുആ വസിയത്തുകളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീണ്ടും ഇൻഷാ അല്ലാഹ് മറ്റൊരറിവുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.